ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഓരോ ഭാഗങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പേസ് ടോക്കിംഗ് ആണ്. ഓക്കെ, സോ നമ്മുടെ ISROയുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് സ്പേസ് ടോക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സിലബസിൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അപ്പൊ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് എന്താ ഇയാൾ ഈ പറയുന്നത് കൊണ്ട് ഡൗട്ട് ഉണ്ടാവും. സ്ഥിരമായി കാണുന്നവർക്ക് നമുക്ക് അറിയാം ഇത് എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ, സോ എൻ്റെ പേര് കിരൺ. നമുക്കിത് എന്താണ് ഇപ്പൊ പറഞ്ഞു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലോട്ട് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമ്മുടെ KPSM മെത്തേഡ് അനുസരിച്ച്, എൻ്റെ പേര് കിരൺ എന്നായതുകൊണ്ട് കിരൺ PSC മെത്തേഡ് അനുസരിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയിൽ ഒന്നാമത്തെ കാര്യം, ഒരു സെപ്പറേറ്റ് ബുക്ക് നമ്മൾ വെച്ചിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട്. അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് എഴുതും. ലോകത്തുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും എഴുതാൻ നമുക്ക് ടൈമില്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ ജനറൽ പോർഷനും പഠിച്ച് മാത്സ് ഇംഗ്ലീഷും പഠിച്ച് എക്സാം എഴുതാൻ പോകുമ്പോഴേക്ക് വയസ്സാവും. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് നമ്മൾ മാക്സിമം മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാം. ഈ കറണ്ട് അഫയേഴ്സ് മാത്രം റെഗുലർലി റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സാമിന് ഒരു മാസം മുമ്പ്, ഏത് എക്സാം ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ എക്സാമിന് ഒരു മാസം മുമ്പ് ഈ കറണ്ട് അഫയേഴ്സ് മാത്രം റിവൈസ് ചെയ്തിട്ട് പോകുക. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ത് ഉണ്ടാവും, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് മെത്തേഡ്. ഓക്കെ, എങ്കിൽ സർ 23 ക്ലാസ് ആയി, ബാക്കിയുള്ള ക്ലാസ് നമ്മൾ എവിടെയാ കാണുക? ഇതേ യൂട്യൂബ് ചാനലിൽ, അതായത് അത്രയും കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ക്ലാസ്സും കാണാവുന്നതാണ്. ഡൺ. ഓക്കെ, എങ്കിൽ ഇതാണ് സിലബസ് ഫിസിക്സിന്റെ. അവിടെ ഭൗതികശാസ്ത്രം 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അതിൽ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല ഇപ്പോഴത്തെ കറണ്ട് അഫയർ. രണ്ടാമത്തെ കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ, പുതിയ ഏതെങ്കിലും സാറ്റലൈറ്റ് ISRO അല്ലാതെ നമ്മുടെ നാസയോ യൂറോപ്യൻ യൂണിയനോ ജപ്പാന്റെ ജാക്സയോ അവരൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ അതായി. അതായത് നമ്മൾ PSC നമ്മുടെ സിലബസ് തന്നിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് എഴുതുന്ന പഠിക്കേണ്ടെന്നുള്ളത്. ഈ രണ്ട് ഭാഗമാണ് ഫിസിക്സ് എന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നോബൽ പ്രൈസ് ഉണ്ടാവും ഫിസിക്സിൽ. ഇത്രയേ ഉള്ളൂ ഫിസിക്സ് എന്നുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങളിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗമാണ് സ്പേസ് ഡോക്കിംഗ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, എങ്കിൽ നമുക്ക് സ്പേസ് ഡോക്കിങ്ങിലേക്ക് കടക്കാം. അപ്പൊ സ്പേസ് ഡോക്കിംഗ് എന്താണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒരു പേടകമുണ്ട്, പേടകം A. ഒരു പേടകമുണ്ട്, പേടകം B. ഈ രണ്ട് പേടകങ്ങളെ പരസ്പരം അടുത്ത് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ്. ഓക്കെ, സർ അങ്ങനെ പറഞ്ഞ എന്താ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാറ് കേടുവന്നു. അപ്പൊ കാറ് കേടുവന്ന കാറിന് നമുക്ക് എന്ത് ചെയ്യണം, റിപ്പയറിംഗ് ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ വേറൊരു വണ്ടി വന്നു, കെട്ടിവലിക്കാം. കെട്ടിവലിക്കുന്ന പ്രോസസ് ഒക്കെ ഇപ്പൊ വളരെ എന്താ പറയാ, ഔട്ട്ഡേറ്റഡ് ആയില്ലേ? അപ്പൊ അവിടെ നിന്ന് ഒരു മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് കാറുമായിട്ട് അത് കണക്ട് ചെയ്യും, എന്നിട്ട് കാറിനെ ഇങ്ങനെ പൊക്കും. പൊക്കിയതിനു ശേഷം എന്ത് ചെയ്യും, എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ രീതിയിലുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതേ കാര്യത്തെ നമ്മൾ ബഹിരാകാശത്ത് വെച്ചിട്ട് സ്പേസിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ടോക്കിംഗ്. ഓക്കെ, ഇനി ഞാൻ കാറിനെ ടോക്ക് ചെയ്തു, അതായത് കാറിനെ ഞാൻ എന്ത് ചെയ്തു, ആക്ച്വലി ഒരു മെഷീൻ ഉപയോഗിച്ച് എന്താ പറയാ, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ റിപ്പയറിംഗ് ഷോപ്പിൽ എത്തി. റിപ്പയറിംഗ് ഷോപ്പിൽ എത്തിയ സമയത്ത് എനിക്ക് അതിനെ എന്ത് ചെയ്യണം, വിടുവിക്കണം അല്ലെ? നല്ല കാർ സെപ്പറേറ്റ് എന്തൊക്കെ ഉള്ളൂ, അതിന്റെ പേരാണ് അൺഡോക്കിംഗ്. ഇത് രണ്ട് ബഹിരാകാശ പേടകവുമായി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ഡോക്കിംഗ്, സ്പേസ് അൺഡോക്കിംഗ്. അപ്പൊ സ്പേസ് ഡോക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് ബഹിരാകാശ പേടകമുണ്ട്. ആ രണ്ട് ബഹിരാകാശ പേടകത്തെ പരസ്പരം അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത എന്തായി, സ്പേസ് ഡോക്കിംഗ് ആയി. ഇനി അതേ ബഹിരാകാശ പേടകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിടുവിക്കുന്നു, അല്ലെങ്കിൽ എന്താ, വേർതിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, സാർ ഇങ്ങനെ പറഞ്ഞ ഒരു മനസ്സിലായിട്ടുണ്ട്, എന്നാലും ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ അതെന്ത് ചെയ്യാം, നോക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ രണ്ട് ബഹിരാകാശ പേടകങ്ങൾ ഉണ്ട്. ഓക്കെ, ആ പേടകം ഇപ്പൊ വന്നിട്ട് വേറൊരു പേടകമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ് കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഒരു സാധനം ഞാൻ പറഞ്ഞ, നമ്മുടെ ഒരു കാർ ഉണ്ട്, കാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു സാധനം വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തതിനെ ലോക്ക് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ഡോക്കിംഗ്. ഈ ലോക്ക് ചെയ്ത സാധനത്തെ നമ്മൾ വിടുവിക്കുകയാണെങ്കിൽ, വേർതിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് അൺഡോക്കിംഗ്. ഇത്രയും ഇവിടുത്തെ പരിപാടിയുള്ളൂ.
മനസ്സിലായോ? ഓക്കെ. സാർ എന്നാ പിന്നെ എന്താ ഇത്ര വലിയ കാര്യമായിട്ടുള്ള സംഭവം ഉള്ളത്? എന്റെ മക്കള് സ്പേസിൽ ചെയ്യണ്ടേ? 2 പേടകത്തെ വിളിച്ച് നമ്മൾ ഈ പരിപാടി ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സമയം എടുക്കില്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ആക്ച്വലി ഇതിനെ സ്പേസ് ഡോക്കിംഗ്, സ്പേസ് അൺഡോക്കിംഗ് എന്ന് നമ്മൾ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? പഴയ സ്ലൈഡിലേക്ക് പോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ് സ്പേസ് ഡോക്കിംഗ്, എന്താണ് സ്പേസ് അൺഡോക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഈ സ്പേസ് ഡോക്കിംഗ്, സ്പേസ് അൺഡോക്കിംഗ് ഒക്കെ ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാർ ഇതൊന്നും എവിടെ ഇല്ലല്ലോ? ഇപ്പൊ ഇല്ല. നമ്മൾ 2035ഓടെ നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാവും. ഇപ്പൊ 2 സ്പേസ് സ്റ്റേഷൻസ് ആണ് സ്പേസിൽ ഉള്ളത്. ഒന്ന് ISS എന്ന് പറയും, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. രണ്ടാമത്തെ ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ ആണ്. സാർ എന്താണ് ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഹോളി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യുന്നത് മധുര മീനാക്ഷി ക്ഷേത്രം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത് അവിടെ മധുര മീനാക്ഷി ക്ഷേത്രം എത്തുവാണോ ചെയ്യുക? അല്ലല്ലോ. ഇടയിൽ നമ്മളൊന്ന് കോയമ്പത്തൂർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയാ വെച്ചാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ അങ്ങനെയൊക്കെ നമുക്കൊരു സ്റ്റോപ്പിംഗ് വേണ്ടേ? അപ്പോൾ സ്പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സ്പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് സ്പേസിൽ പഠിക്കാൻ പോകണം. സ്പേസ് ആണെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രം പോലെ അല്ല, അത് എൻഡ് വരെ എന്താ, എവിടെയാണ് അതിന്റെ എൻഡ് എന്നുള്ളത് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ ഇടയിൽ ഒരു റെസ്റ്റിംഗ് സ്പേസ് വേണ്ടേ? ഓക്കെ, അത് വിളിക്കുന്ന പേരാണ് എന്ത്? സ്പേസ് സ്റ്റേഷൻ. ഇത് രണ്ട് സാധനം ഇപ്പൊ ഇവിടെ ലോകത്തുള്ളൂ. ഒന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, പേരിൽ തന്നെ ഉണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പോയിട്ട് അവിടെ എന്ത് ചെയ്യാം? റെസ്റ്റ് എടുക്കാം, കോമൺ റൂം ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉള്ളത് ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ ആണ്. അങ്ങനെയെങ്കിൽ ചൈനയുടെ ആളുകൾക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചൈന ആരെയൊക്കെ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും വേണ്ട ഒരു സ്പേസ് സ്റ്റേഷൻ. ആ സ്പേസ് സ്റ്റേഷൻ 2035 നടപ്പാക്കുന്നതിന് നമുക്ക് എന്ത് വേണം? സ്പേസ് ടോക്കിംഗ് ടെക്നോളജി വേണം. സാർ സ്പേസ് ടോക്കിംഗ് ടെക്നോളജി എന്തിനാ വേണ്ടത്? എന്റെ മക്കളെ, സ്പേസ് സ്റ്റേഷൻ നേരിട്ട് ഇവിടെ നിന്ന് ഒരു എന്താ പറയാ സ്പേസ് സ്റ്റേഷൻ എടുത്തിട്ട് നേരിട്ട് അങ്ങോട്ട് വിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായ വർക്കായിരിക്കും. അപ്പൊ സ്പേസ് സ്റ്റേഷനെ സ്പ്ലിറ്റ് ചെയ്യും, വിവിധ ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്ത ഓരോ പാർട്ടിനെ ആയിരിക്കും നമ്മൾ എങ്ങോട്ട് അയക്കുക? ബഹിരാകാശത്തോട്ട് അയക്കുക. എന്നിട്ട് അതിന് ഓരോന്നിനെയും കണക്ട് ചെയ്യണം. അപ്പൊ അത് സ്പേസ് ടോക്കിംഗ് ആയില്ലേ? ഈ ടെക്നോളജി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? 2035 നമ്മൾ നടക്കാൻ പോകുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. എന്തിനാണ് ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കൊണ്ടുവരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കോയമ്പത്തൂർ റെസ്റ്റ് ചെയ്തു, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മധുര മീനാക്ഷി ക്ഷേത്രമായിരുന്നു. ഓക്കെ, എങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സ്പേസ് സ്റ്റേഷനിൽ റെസ്റ്റ് ചെയ്തു, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഓക്കെ, എന്ന് വെച്ചാൽ 2040 ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക എന്നുള്ളത് ISROയുടെ ഒരു വലിയ എന്താണ് ആക്ച്വലി ഒരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്ടിന്റെ എല്ലാം അടിസ്ഥാനമാണ് നമ്മൾ സ്പേസ് ടോക്കിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഒരു 2 സാധനത്തെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ചില്ലറ കാര്യമല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായി. ഓക്കെ, ഇനി എങ്ങനെ ഈ പരിപാടി ചെയ്തു, എങ്ങനെ ഈ പരിപാടി ഒരു സംഭവം നടത്തി, നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ എന്താണ് ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ? നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് സ്വന്തമായിട്ട് സ്പേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള എന്ത് വേണം? ഒരു സ്പേസ് സ്റ്റേഷൻ വേണം. അതായിരിക്കും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, BAS എന്നതിനെ ചുരുക്കി വിളിക്കുന്നതായിരിക്കും. ഓക്കെ, 2028ഓടെ ഈ ബഹിരാകാശ സ്ഥലം എന്ത് ചെയ്യും? വിക്ഷേപിക്കും. അയാളല്ലേ അവർ 2035 എന്നുള്ളത്? അതായത് ഞാൻ എങ്ങനെയാ പറഞ്ഞ്, ഒരുമിച്ച് സ്പേസ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് ആ ബഹിരാകാശത്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കും ഇല്ല. അത് ചൈനയ്ക്കും ഇല്ല, എന്താ പറയാ US-നും ഇല്ല, റഷ്യക്കും ഇല്ല. അവർ പാർട്ടായിട്ട് കൊണ്ടുപോവുക. അപ്പൊ 2028 ഒരു പാർട്ട് കൊണ്ടുപോയി. ഓക്കെ, ആദ്യം ജനുവരിയിൽ കൊണ്ടുപോയി, പിന്നെ 2 മാസം കഴിഞ്ഞ് കൊണ്ടുപോയി, 3 മാസം കഴിഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയതിനെ ഡോക്ക് ചെയ്ത് കണക്ട് ചെയ്തു. എന്നിട്ട് അത് പ്രവർത്തനക്ഷമമാക്കാൻ 1-2 വർഷമല്ല എടുക്കും. എത്ര വർഷം എടുക്കും? 7 വർഷം എടുക്കും. 2028 കൂടെ 7 കൂട്ടിയാൽ 2035. അപ്പൊ 2028 തൊട്ട് നമ്മൾ സാധനം അതിന്റെ സ്പേസ് സ്റ്റേഷന്റെ ഓരോ ഭാഗങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. 2035 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് പ്രവർത്തനക്ഷമമായി കിട്ടും. എന്നിട്ട് ഇപ്പൊ നമുക്ക് റെസ്റ്റിംഗ് പ്ലേസ് കിട്ടി. 2040 ആകുമ്പോൾ നമ്മൾ അവിടെ ആളുകളെ വെച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു?
നമ്മൾ നേരിട്ട് എങ്ങോട്ട് പോയി? ചന്ദ്രനിലേക്ക് പോയി. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നിലവിൽ രണ്ടേ രണ്ട് ബഹിരാകാശ നിലയങ്ങൾ മാത്രമേ എന്തുള്ളൂ? സ്പേസിലുള്ളൂ. ഓക്കെ, അത് ഒന്നാമത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. രണ്ടാമത്തെ ചൈനയുടെ സ്പേസ് സ്റ്റേഷന്റെ പേരുണ്ട് ടിയാങ്കോങ്. അപ്പൊ രണ്ട് സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. സ്പേസ് സ്റ്റേഷൻ നമ്പർ 1 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്പർ 2 ചൈനയുടെ ടിയാങ്കോങ്. ചൈനയ്ക്കാകാമെങ്കിൽ നമുക്കുമായി കൂടെ. ഓക്കെ, ചെറിയൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളും ചെയ്യണമല്ലോ. ഓക്കെ, നമ്മളും ചെയ്യും. നമ്മളും അവിടെ എന്ത് ചെയ്യും? എത്തും. ഇതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാർ ആകെ ഇത്രയേ ഉള്ളൂ. ഇതൊരു എന്താ പറയാ, ഇതൊരു പാർട്ടാണ്. ഈ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ബഹിരാകാശത്ത് കൊണ്ടുവരും. ഇങ്ങനെ നിരവധി പാർട്ട് ഉണ്ട്. ഈ പാർട്ടെല്ലാം കൂട്ടി കൂട്ടി മുട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ കിട്ടും. ഓക്കെ, ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ വിവിധ പാർട്ടുകളെ കൂട്ടി മുട്ടിച്ചില്ലേ? ഓക്കെ, ഇതെന്താ സാർ അവിടെ നീളത്തിൽ കാണുന്ന സാധനം എന്താ? അത് സോളാർ പാനൽസ് ആണ് മക്കളെ. ഈ ഒരു സ്പേസ് സ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണ്ടേ? ഏറ്റവും വലിയ എനർജി സോഴ്സുമായിട്ട് നേരിട്ട് ബന്ധത്തിലാണ് സ്പേസിൽ നിൽക്കുന്നത്. ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്താ? നമ്മുടെ സ്വന്തം സൂര്യൻ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ കാണുന്ന ഈ പാനൽസ് മുഴുവൻ എന്താണ്? ആക്ച്വലി എനർജി കളക്ട് ചെയ്യാനുള്ള സോളാർ പാനൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലെ? ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതാണ് ചൈനയുടെ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ. അവിടെ ചൈനയുടെ നമ്മുടെ എന്താ പറയാ ഒരു ഫ്ലാഗിന്റെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു കൺട്രിയുടെയും ഫ്ലാഗ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതെന്തായിരിക്കും? എല്ലാവർക്കും പൊതുവായിട്ടുള്ളതായിരിക്കും. ഇതിൽ ചൈനയുടെ ഞങ്ങളുടെയാണെന്ന് മാത്രമുണ്ട്. ഇനി അവിടെ ഇവിടത്തെ ചിത്രം കണ്ടില്ലേ? ഇന്ത്യയുടെ ഫ്ലാഗ് ഉള്ള എന്ത് കിട്ടും? ഒരു സ്പേസ് സ്റ്റേഷൻ കൂടി നമുക്ക് കിട്ടും. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അതിന് ബേസിക് ആയ ഒരു കാര്യമാണ് എന്ത്? സ്പേസ് ഡോക്കിംഗ്, സ്പേസ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, എങ്കിൽ ഇന്ത്യയുടെ സ്പേസ് ഡോക്കിങ്ങിലൂടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഭാരതീയ സ്പേസ് സ്റ്റേഷൻ. പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ആക്ച്വലി ചന്ദ്രനിലേക്ക് പോകുക. ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പരിപാടിയുടെ പേരാണ് ചന്ദ്രയാൻ 4. ഈ ചന്ദ്രയാൻ 4 കൊണ്ട് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിലെ മണ്ണും പാറയുടെ സാമ്പിളും എന്ത് ചെയ്യും? കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് ചന്ദ്രയാൻ 4 നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ചന്ദ്രോപരിതലത്തിൽ നമ്മൾ ഇറങ്ങും, സാമ്പിളുകൾ ശേഖരിക്കും, അതൊരു വാക്വം കണ്ടെയ്നറിൽ വെക്കും, എന്നിട്ട് ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നിങ്ങള് എന്താ പറയാ, നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചന്ദ്രനിലെ പാറകൾ നമുക്ക് US നാസയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ മ്യൂസിയം ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ചന്ദ്രനിലെ പാറകളൊക്കെ. നമ്മുടെ മിസ്റ്റർ ബീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഒക്കെ ഉണ്ട്. പുള്ളി ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറാണ്. പുള്ളിയൊക്കെ അതിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. നോ പ്രോബ്ലം, പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ നമുക്കും സ്വന്തമായ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പറ്റും. എന്തിൽ? ആക്ച്വലി ചന്ദ്രന്റെ പാറകളെല്ലാം ശേഖരിച്ചിട്ട്. മ്യൂസിയത്തെക്കാളും ചന്ദ്രനെ കുറിച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏലിയൻസിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് എനർജി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യമുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, ഇതൊക്കെ വളരെ എന്തായിരിക്കും? എക്സൈറ്റിംഗ് ന്യൂസ് ആയിരിക്കും. എനിക്കിത് വളരെ എക്സൈറ്റിംഗ് ന്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ചന്ദ്രനിൽ ഹീലിയം എന്ന് പറഞ്ഞിട്ട് ഒരു എനർജി ഉണ്ട്. ആ എനർജി സോഴ്സിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പിന്നെ പെട്രോളും വേണ്ട, ഇലക്ട്രിക് എനർജിയും വേണ്ട, വിൻഡും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, എന്തു മതി? ആ എനർജി മാത്രം മതി. ഓക്കെ, അത്രയും വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ എത്താൻ വേണ്ടി പോവുക. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? എത്തും ഒരു ദിവസം. ഓക്കെ, അത് കാണാൻ ചിലപ്പോൾ നമ്മളാരും ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ നമ്മുടെ ഭാവി തലമുറ എന്ത് ചെയ്യും? ഇതൊക്കെ കാണുന്നതായിരിക്കും. അതിന് തുടക്കമാണ് എന്ത് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പോ നമ്മളാണോ ഇന്ത്യ മാത്രമല്ല, US ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചൈന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണോ ആദ്യം ഈ എനർജി സോഴ്സിന്റെ കൺട്രോൾ വെക്കുന്നത് അവരാണ് ലോകത്തെ എന്ത് ചെയ്യുക? നയിക്കാൻ പോവുക. അതിനുള്ള റേസ് ആണ് നടക്കുന്നത്. ഓക്കെ, ചുമ്മാ എന്താ പറയുക, സ്പേസിനെ കുറിച്ച് പഠിക്കൽ വേണ്ടി മാത്രമല്ല, ഇത് പവറിനുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ സ്പേസ് ഡോക്കിംഗ് ഇത് ആദ്യമായിട്ട് ഇന്ത്യ എല്ലാം ചെയ്യും, നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലെ? അങ്ങനെയെങ്കിൽ 1966 നമ്മൾ നീൽ ആംസ്ട്രോങ്ങിന് ഓർമ്മയില്ലേ? ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി. ഓക്കെ, അപ്പൊ നീൽ ആംസ്ട്രോങ് നേതൃത്വത്തിൽ നാസ ജെമിനി 8 എന്ന് പറഞ്ഞിട്ട് ഒരു വാഹനം സ്പേസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ജെമിനി 8 എന്ന് പറഞ്ഞ വാഹനം അജീന എന്ന് പറഞ്ഞ സ്പേസ് വാഹനം, അപ്പൊ 2 സ്പേസ് വാഹനമാണ് കേട്ടോ. ഓക്കെ, ഈ 2 സ്പേസ് വാഹനവും കൂടി ഡോക്ക് ചെയ്തു, കൂട്ടി എന്ത് ചെയ്തു? ഒരുമിച്ച് വെച്ചു. ഇതാണ് ആദ്യത്തെ മാനുവൽ സ്പേസ് ഡോക്കിംഗ്. നടന്ന വർഷം എപ്പോഴാ? 1966. നീൽ ആംസ്ട്രോങ് ഓർമ്മിച്ചു വെക്കുക.
എന്തൊക്കെ ഓർമ്മിക്കേണ്ടത്? 1966 നീൽ ആംസ്ട്രോങ്, നാസയാണ് വാഹനങ്ങൾ ഏതൊക്കെയാ? ജെമിനി 8ഉം അജീനയും. തൊട്ടടുത്ത വർഷം 1966 അപ്പൊ US ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നീൽ ആംസ്ട്രോങ് US അല്ലേ? അങ്ങനെയെങ്കിൽ സോവിയറ്റ് യൂണിയന് ഭയങ്കര ദേഷ്യമായി. അപ്പൊ അവരെന്ത് ചെയ്തു? ഞങ്ങളും ചെയ്യും സ്പേസ് ഡോക്കിംഗ്. അങ്ങനെ അവർ സോവിയറ്റ് യൂണിയനിലെ കോസ്മോസ് 186 എന്ന് പറഞ്ഞ വാഹനവും കോസ്മോസ് 188 പറഞ്ഞ വാഹനം എന്ത് ചെയ്തു? സ്പേസ് ഡോക്കിംഗ് പൂർത്തീകരിച്ചു. അപ്പൊ ആദ്യം USA ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആര് ചെയ്തു? എന്താ പറയാ, നമ്മുടെ സോവിയറ്റ് യൂണിയൻ ചെയ്തു. ഓക്കെ, എങ്കിൽ ചൈനക്ക് ഇത് ചെയ്യണം. അങ്ങനെ ചൈന ആളില്ലാത്ത, അതായത് 2 വാഹനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സ്പേസ് ഡോക്കിംഗ് 2011 ക്രൂ ഉള്ള സ്പേസ് ഡോക്കിംഗ് 2012 പൂർത്തിയാക്കി. സർ, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു വണ്ടി ഉണ്ട്, ഒരു കാർ ഉണ്ട്. അപ്പൊ രണ്ട് വണ്ടിയിലും ആളില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആളില്ലാത്ത ഡോക്കിംഗ്. ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇനി എന്താ പറയാ, മെയിൻ ട്രക്കിലും ആളുണ്ട്, കാറിന്റെ ഉള്ളിലും ആളുണ്ട്. എന്നിട്ട് രണ്ടുപേരുടെയും കൂടി കൂട്ടിമുട്ടിക്കല്ല, സോറി, രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്ന ആക്ച്വലി ഒരുമിച്ച് കൊണ്ടുവരികയാണ് എങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ക്രൂഡ് ഡോക്കിംഗ്. ക്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എപ്പ ചൈന പൂർത്തീകരിച്ചു? 2012 പൂർത്തീകരിച്ചു. അപ്പൊ എന്താണ് ഈ ക്രൂഡ് ഡോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് അതിന്റെ ഉള്ളിൽ യാത്രക്കാരുണ്ടാവും. നേരത്തെ ഡോക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരുണ്ടാവില്ല, ഇപ്പൊ ആരുണ്ടാവും? യാത്രക്കാരുണ്ടാവും. അങ്ങനെയെങ്കിൽ ബഹിരാകാശ നിലയങ്ങളിൽ സഞ്ചാരികൾ ഉണ്ടാവില്ലേ? യാത്രക്കാരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ബഹിരാകാശ നിലയങ്ങളിൽ യാത്രക്കാർ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് സ്പേസ് സ്റ്റേഷൻ ക്രിയേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഇപ്പൊ 3 രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് USA, റഷ്യ, ചൈന. അതിന്റെ കൂടെ 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. അപ്പൊ ഇപ്പൊ ടോട്ടൽ 2026 എത്ര രാജ്യങ്ങൾക്ക് സ്പേസിൽ ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും? 4 രാജ്യങ്ങൾ. ആദ്യം ചെയ്താരാ? USA. ഓക്കെ, ഏതു വർഷം? 1966. രണ്ടാമത് ചെയ്താരാ? റഷ്യ. ഓക്കെ, ഏത് വർഷം? 1967. സാർ, ഇവിടെ സോവിയറ്റ് യൂണിയൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. റഷ്യയെ മുമ്പ് വിളിച്ച പേരാണ് സോവിയറ്റ് യൂണിയൻ. പിന്നെ ആ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞിട്ടാണ് റഷ്യ, യുക്രൈൻ, ഒക്കെ അങ്ങനെയുള്ള എന്തുണ്ടാകുന്നത്, സ്ലോവാക്യ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എപ്പോ ചെയ്തു? 1967. 3ാമത്തെ രാജ്യം ആരാ? ചൈന. ആളില്ലാത്ത ഡോക്കിംഗ് ഏത് വർഷമായിരുന്നു? 2011. ക്രൂഡ് ആളുള്ള ഡോക്കിംഗ് എപ്പോഴായിരുന്നു? 2012. ഇനി 4ാമത്തെ രാജ്യം ആരാ? ഇന്ത്യയാണ്. അപ്പൊ ലോകത്ത് 4 രാജ്യങ്ങൾക്ക് ഈ കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ ലോകത്തിൽ പവറിന് വേണ്ടി മത്സരിക്കുന്ന 4 രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഡൺ അല്ലേ? അപ്പൊ നമുക്ക് ക്രൂഡ് ഡോക്കിങ്ങിന്റെ ഒരു വീഡിയോ കാണാം. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ക്രൂ ഉണ്ട്. ഓക്കെ, ഇത് നാസയുടെ വേറൊരു ഡോക്കിംഗ് എന്താ പറയാ ഉപകരണമാണ്. ആ ഉപകരണം ഉപയോഗിച്ചിട്ട് വേറൊരു എന്താ പറയാ സ്പേസ് എന്താ പറയാ എന്താണ് പേരെന്താ പേടകത്തെ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, അത് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഓൾറെഡി ഒരു ചെറിയ ഹോൾ ഉണ്ട്, ഹോളിലേക്ക് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. സാർ, ഇതിൽ ക്രൂ ഡോക്കിങ്ങിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്റെ മക്കൾ, അതിന്റെ ഉള്ളിൽ ക്രൂ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, സ്പേസ് ഡോക്കിങ്ങും ക്രൂ ഡോക്കിങ്ങും തമ്മിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒന്നില് 2 വണ്ടിയിൽ ആളുണ്ടാവില്ല, രണ്ടാമത്തിൽ 2 വണ്ടിയിൽ ആളുണ്ടാവും. ഇത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, മനസ്സിലായ? ഡൺ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എവിടേക്ക് കിടക്കാം? ഇന്ത്യയുടെ സ്പേസ് ഡോക്കിങ്ങിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നടത്തണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എവിടേക്ക് എത്തണം? സ്പേസിലേക്ക് എത്തണം. അതിന് വേണ്ടി നമുക്കൊരു വണ്ടി വേണം. ആ വണ്ടിയുടെ പേരാണ് റോക്കറ്റ്. ഇന്ന് നമ്മൾ റോക്കറ്റിന് വിവിധ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കാവുന്ന പേരാണ് PSLV C60. അപ്പൊ PSLV C60 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് 2024 ഡിസംബർ 30 നമ്മൾ എന്താ ഈ ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയകരമായി വിക്ഷേപിച്ച വർഷം മാസം ദിവസമാണ് 2024 ഡിസംബർ 30. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെയ്ഡെക്സ്. സ്പെയ്ഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. അതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് സ്പെയ്ഡെക്സ്. ഓക്കെ, എങ്കിൽ ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ നമുക്ക് പ്രദർശിപ്പിക്കണം. എന്താ, ഇപ്പൊ എല്ലാവരും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? വീഡിയോ എടുത്ത് വെക്കണം.
പറഞ്ഞത് കൊണ്ട് ആളുകൾക്ക് തോന്നില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് അല്ലെങ്കിൽ സ്പേഡെക്സ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോകത്തുള്ള എല്ലാവരെയും കാണിക്കുകയാണ്, എന്നെ കൊണ്ടും കഴിയും, ഞാനും അടിപൊളിയാണ്. നിങ്ങൾ 3 പേരും മാത്രമല്ല. ആരാണ് ഈ 3 പേര്? USA, റഷ്യ, ചൈന. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കും പറ്റുമെന്ന് കാണിക്കുകയാണ്. ഇനി അതിന്റെ പുറത്തെ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് പ്രോസസ് എന്ത് ചെയ്യും? പോയിക്കൊണ്ടേയിരിക്കും. കറക്റ്റ്. ഓക്കെ, എങ്കിൽ 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്നത്. പരസ്പരം കണ്ടുമുട്ടുക, അതിന് ഡോക്ക് ചെയ്യുക, അൺഡോക്ക് ചെയ്യുക. എന്താ പ്രോസസ്? 2 ബഹിരാകാശ പേടകങ്ങളുണ്ട്. ഒരു ബഹിരാകാശ പേടകത്തിന്റെ പേര് STX-01, രണ്ടാമത്തെ ബഹിരാകാശ പേടകത്തിന്റെ പേര് STX-02. ഓക്കെ, എങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മൊബൈലും ഉണ്ട്, ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട്. ഇതാണ് XTS-01 എന്ന് വിചാരിക്കൂ, ഇതാണ് XTS-02 എന്ന് വിചാരിക്കൂ. 2 പേടകമുണ്ട്. ഈ 2 പേടകവും എവിടെയാ ഉള്ളത്? സ്പേസിലാണ് ഉള്ളത്. STS-01ന്റെ ഈ വാട്ടർ ബോട്ടിലുള്ളതിന്റെ പേരാണ് ചേസർ. STS-02 ഇതിന്റെ പേരാണ് ടാർഗറ്റ്. ഇത് രണ്ടും ചെറിയ എന്താ പറയാ ഉപഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ ഡോക്കിംഗ് ഫെസിലിറ്റിയാണ്. ഇതിനാദ്യം എന്ത് ചെയ്യണം? ഡോക്ക് ചെയ്യണം. ഡോക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് വെക്കുക. രണ്ടാമത്തെ അൺഡോക്ക് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? പിരിച്ചു വിടുക. ഈ പ്രോസസ്സാണ് നമ്മൾ എവിടെ ചെയ്യാൻ പോകുന്നത്? സ്പേസിൽ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ലോകത്തിന് മുമ്പിൽ എന്ത് ചെയ്യുക? പറയാ, ഞങ്ങളും ഇത് ചെയ്തു, ഞങ്ങൾക്കും കഴിയാൻ പറ്റും എന്ന് പറയാ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതിന്റെ പേരാണ് ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ്. ഓക്കെ, ഇനി ഇത് ചെയ്യാനുള്ള പ്രോസസ് നമുക്ക് നോക്കാം. ഇത് എവിടേക്ക് വിടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഇല്ല. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ലിയോ എന്നാണ് വിളിക്കുക. നമ്മുടെ വിജയുടെ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ, ലിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ അല്ലെ? ലിയോ എന്നാണ് വിളിക്കുക. ലോ എർത്ത് ഓർബിറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ഫുൾ ഫോം. മലയാളത്തിൽ താഴ്ന്ന ഭ്രമണപഥം എന്ന് പറയും. അപ്പൊ ഏറ്റവും താഴ്ന്ന ഭ്രമണപഥത്തേക്കാണ് അയക്കുക. ഭ്രമണപഥം എന്ന് വെച്ചാൽ എന്താ? ചുറ്റാനുള്ള ഒരു സ്പേസ് വേണം, ഭൂമിയെ ചുറ്റാനുള്ള ഒരു സ്പേസ് വേണം. ഇനി നമ്മൾ 160 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ, ഏകദേശം ഒരു 1200 മൈലിന്റെ ഇടയിലാണ് ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ലോ എർത്ത് ഓർബിറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഏറ്റവും അടുത്തല്ല, അപ്പൊ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് കിട്ടും. നല്ല ഉയർന്ന റെസൊല്യൂഷൻ ഇമേജ് എന്ത് ചെയ്യും? കിട്ടും. നമ്മുടെ ISS ഉൾപ്പെടെ, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ലോ എർത്ത് ഓർബിറ്റാണ് ഉള്ളത്. നമ്മൾ അയക്കുന്ന മിക്ക ഉപഗ്രഹങ്ങളും ഈ ലോ എർത്ത് ഓർബിറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ലോ എർത്ത് ഓർബിറ്റ് നിൽക്കണമെങ്കിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ലോ എർത്ത് ഓർബിറ്റിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കൂ. ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഈ ഭൂമി എന്ത് ചെയ്യും? ഈ സംഭവത്തെ, ഉപഗ്രഹത്തെ, അല്ലെങ്കിൽ എന്തിനാണോ അയച്ചതിനെ പിടിച്ചു വലിക്കും. അതാണ് ഗ്രാവിറ്റി. എങ്കിൽ ആ ഭൂമിയുടെ ഈ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഇതാണ് ഒരു സെക്കൻഡ്. ഈ സെക്കൻഡിൽ 7.8 കിലോമീറ്റർ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. ഈ വേഗതയിൽ ഒരു 90 to 120 മിനിറ്റ്. ഒരു മൂവി എന്ന് വെച്ചാൽ 2.5 മണിക്കൂറാ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങുന്ന സമയം കൊണ്ട് ഈ ലോ എർത്ത് ഓർബിറ്റിൽ എന്ത് ചെയ്യും? ഉപഗ്രഹം ഭൂമിയെ ചുറ്റിട്ടുണ്ടാവും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്താ? ലോ എർത്ത് ഓർബിറ്റിലല്ലേ? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഈ സ്പീഡിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു മൂവി കണ്ട് ഇറങ്ങുമ്പോഴേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയെ ചുറ്റിട്ടുണ്ടാവും. അത്രയും സ്പീഡിലാണ് അത് പോവാ. ഇനി എന്റെ ചോദ്യം, ഡോക്ക് എന്ന് വെച്ചാൽ എന്താ? കൂട്ടിമുട്ടിക്കുക. ഇത്രയും സ്പീഡിൽ രണ്ടെണ്ണത്തിനെയും കൂടി കൂട്ടിപ്പിടിച്ച് എന്ത് വരും? പ്രോബ്ലം വരില്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്പീഡ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടാ? നല്ല സ്പീഡിലാണ് വരിക. നല്ല സ്പീഡിൽ ഇടിച്ച ആക്സിഡന്റ് ആവും, പ്രോബ്ലം ആവും. സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നൂതനമായ സെൻസേഴ്സ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഈ സ്പീഡ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്പേസ് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ആണെങ്കിലും അടുത്ത എന്താ നമ്മൾ നോക്കുക? അടുത്ത നമ്മൾ ദ്വിതീയമായ ലക്ഷ്യങ്ങൾ, അതായത് സെക്കൻഡറി ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, വൈദ്യുതോർജ്ജ കൈമാറ്റം പരീക്ഷിക്കുക. അതായത് വൈദ്യുതോർജ്ജം ഒരു ഉപഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ നിന്ന് വേറൊരു വാഹനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബഹിരാകാശ പേടകത്തിന് നിയന്ത്രണം പ്രദർശിപ്പിക്കുക.
ഇത്രയും സ്പീഡിൽ വരുന്ന രണ്ട് വാഹനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഈ ദൗത്യത്തിന്റെ കാലാവധിയാണ് 2 വർഷം. എന്റെ അമ്മ 2 വർഷത്തിനുള്ള കൊണ്ടുവരിക അങ്ങനെയല്ല. ഇത് സ്പേസ് ഡോക്ക് ചെയ്യുക, സ്പേസ് അൺഡോക്ക് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് ആണ്. അത് കഴിഞ്ഞ ഉടനെ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ വീണ്ടും അത് വെച്ച് എന്ത് ചെയ്യും? പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. മൊത്തം ഈ ദൗത്യത്തിന്റെ കാലാവധിയാണ് 2 വർഷം. നമ്മൾ PSLV എന്ന് പറയുന്ന റോക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ഈ റോക്കറ്റിന്റെ പേര്. ഓക്കെ, ഈ റോക്കറ്റിൽ 2 വാഹനങ്ങൾ ഉണ്ട്. ഒന്നിന്റെ പേര് STS-01, രണ്ടാമത്തത് XTS-02. ഈ 2 വാഹനങ്ങളെ നമ്മൾ 470 കിലോമീറ്റർ ഉള്ള ലിയോ ഭ്രമണപഥത്തിൽ, ലോ എർത്ത് ഓർബിറ്റ്, ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എന്ത് ചെയ്യും? നമ്മൾ അത് വിക്ഷേപിക്കുന്നതായിരിക്കും. ആര് വിക്ഷേപിക്കും? PSLV വിക്ഷേപിക്കും. അവിടെ കഴിഞ്ഞു. ഓക്കെ അല്ലെ? ഇനി ആ വിക്ഷേപിച്ച 2 ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോകും, എന്നിട്ട് അടുക്കും. പരസ്പരം എന്ത് ചെയ്യും? അടുക്കും. ഇതല്ലേ ഡോക്കിംഗ്. ഓക്കെ, 20 കിലോമീറ്റർ മുതൽ 3 മീറ്റർ വരെ അകലത്തിൽ എന്ത് ചെയ്യും? അത് എത്തും. ഓക്കെ, ഈ 2 ഉപഗ്രഹത്തിലും BDS, എന്താ സാറേ BDS? ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം. എന്താണ് സാർ ഈ ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ മക്കളെ രണ്ടിനെയും പിടിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യണ്ടേ? അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ലേ? അത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ടാണ്. വേറൊരു രാജ്യത്തൊന്നും കടം വാങ്ങിയതല്ല, നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സാധനം. ഓക്കെ, ഇപ്പൊ ഉപഗ്രഹങ്ങൾ വളരെ അടുത്താണെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ/സെക്കൻഡ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അത്രയും സ്പീഡുള്ള ആ ഒരു വാഹനത്തെ 10 മില്ലിമീറ്റർ/സെക്കൻഡിലേക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നോക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരുമിച്ച് കൊണ്ടുവരും. മനസ്സിലായ? ഓക്കെ അല്ലെ? ലിയോ ഓർബിറ്റ് ചുറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും സ്പീഡ് വേണം. ക്ലിയർ? ഓക്കെ. ആൻഡ്രോജെനിസിസ് ഡോക്കിംഗ് സംവിധാനങ്ങൾ എന്നുണ്ട് ഈ വാഹനങ്ങളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ആൻഡ്രോജെനിസിസ് ഡോക്കിംഗ് സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബഹിരാകാശ പേടകങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ വെച്ചിട്ട് അതെങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവരണം. സുരക്ഷിതമായി യോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യയെ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജെനിസിസ് പെരിഫറൽ അറ്റാച്ച് സിസ്റ്റം. ആൻഡ്രോജെനിസിസ് പെരിഫറൽ അറ്റാച്ച് സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം ആണ് APAS. ഈ APAS ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവരും. ഓക്കെ, ഇതില് 2 വാഹനങ്ങൾക്കും സജീവമായിട്ട് ആക്റ്റീവായി നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പാസീവായി പ്രവർത്തിക്കാനും കഴിയും. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും പരസ്പരം ഡോക്ക് ചെയ്യാനുള്ള തുല്യമായ കഴിവുണ്ടാവും. സർ ആ പറഞ്ഞു മനസ്സിലായില്ല? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 2 വാഹനങ്ങൾ STS-01, XTS-02. ഇതിൽ ഒരു വാഹനം, 2 വാഹനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ ഒരു വാഹനം സ്റ്റോപ്പ് ചെയ്തു. STS-01 സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അത് നിഷ്ക്രിയമായി, പാസ്. ഓക്കെ, പാസീവായി അവിടെ നിന്നു. ഇനി STS-02ന്റെ പണി എന്താ? ആക്റ്റീവായി നിന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുക? ഡോക്ക് ചെയ്യുക. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതല്ലേ? ഓക്കെ, ISS അവിടെ നിന്നു. ഓക്കെ, സ്റ്റോപ്പായി. ഇനി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പായി. ഇനി ആരാണ്? രണ്ടാമത്തെ വാഹനം അതിലേക്ക് എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു. എങ്കിൽ 2 വാഹനവും ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രോബ്ലം വരും. ഓക്കെ, അതുകൊണ്ട് ഒരു വാഹനത്തെ പാസീവായി വെക്കും, ഒരു വാഹനത്തെ ആക്റ്റീവായി വെക്കും. നമ്മുടെ ഈ ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ടുള്ള കാറും കാറിനെ ഘടിപ്പിക്കാനുള്ള ആ ലോറിയും ആലോചിച്ച് നോക്കുക. കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ലോറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമയൊന്നുമല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലോട്ട് ചേർത്ത് വെച്ച് കാറിനെ പൊക്കി ചെയ്യാനുള്ള സംഭവമല്ലല്ലോ. സാധാരണ ലൈഫിൽ നമ്മൾ എന്താ ചെയ്യുക? കാറ് കേടുവന്ന് അവിടെ നിൽക്കുന്നുണ്ടാവും. കാറ് പാസീവ് ആയിരിക്കും. ആക്റ്റീവ് ആയിരിക്കുന്നത് ലോറിയും ലോറിയുടെ ടെക്നോളജി ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതില് രണ്ടുപേരും ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ രണ്ടുപേർക്കും ആക്റ്റീവ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, രണ്ടുപേർക്കും പാസീവ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മള് അപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ആ എന്താ സാർ അങ്ങനെ? എന്റെ മക്കളെ ബഹിരാകാശത്ത് 470 കിലോമീറ്റർ ഉയരത്തിൽ പോയിരിക്കുകയാണ്. അവിടെ പോയതിനു ശേഷം ഏതെങ്കിലും ഒരു വാഹനത്തിന് ആക്റ്റീവ് ആവാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അയ്യോ, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോടി രൂപ കയ്യിൽ നിന്ന് പോയില്ലേ? പ്രശ്നമായില്ലേ? പരിപാടി ഫെയിൽ ആയില്ലേ? ഓക്കെ, അതുകൊണ്ട് രണ്ടുപേർക്കും ആക്റ്റീവ് ആവാം, രണ്ടുപേർക്കും എന്ത് ചെയ്യാം? പാസീവ് ആവാം. ഒരേ സമയത്ത് രണ്ടുപേരും ആവില്ല. ഒരാൾ എന്ത് ചെയ്യും? നിൽക്കും, ഒരാൾ എന്ത് ചെയ്യും? വന്ന് ഡോക്ക് ചെയ്യും.
ക്ലിയർ ആയ? ഓക്കെ, ഈ പ്രോസസ്സിനെ മൊത്തമായി വിളിക്കുന്ന പേരാണ് ആൻഡ്രോജെനിസിസ് പെരിഫറൽ അറ്റാക്ക് സിസ്റ്റം. ഷോർട്ട് ഫോം ആയിട്ട് APAS എന്ന് വിളിക്കും. ഇതെല്ലാം ഇന്ത്യ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, എങ്കിൽ ഇനി ഉപഗ്രഹങ്ങൾ എങ്ങനെ നിക്ഷേപിക്കണം, ക്രൂ ആളുകളെ ഒരു ഇതിൽ നിന്ന് വേറൊരു ബഹിരാകാശ വാഹനക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എങ്ങനെ വികസിപ്പിക്കണം എന്നതിനെല്ലാം എന്താ ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നമുക്ക് എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരു ഭാഗത്തേക്ക് പോവാണല്ലോ, നമ്മൾ മധുര മീനാക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ പോകുന്ന വഴിയിലാണ് കോയമ്പത്തൂർ ഉള്ളത്. എങ്കിൽ നമ്മുടെ എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു, കോയമ്പത്തൂരിൽ എന്റെ കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ മധുരയിൽ കുറച്ച് ആളുകളുണ്ട്, എന്റെ ഈ സാധനം കൊണ്ട് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്തായാലും നീ പോകുന്നുണ്ടല്ല, അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്തായാലും ഈ പരിപാടിക്ക് വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. എങ്കിൽ സ്പെയ്ഡെക്സ് ഓക്കെ അക്കാഡമിക് സ്ഥാപനങ്ങളിൽ നിന്നും സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള 24 ചെറിയ ഉപഗ്രഹങ്ങളെ പേലോഡ് എന്നാണ് വിളിക്കുക. 24 ചെറിയ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യും, വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പരിപാടിയിൽ സജ്ജം വെച്ചിട്ടുണ്ടാവും. ഓക്കെ, PSLVയുടെ 4ാമത്തെ ഘട്ടമായ പോയം, PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 4 അതിനുവേണ്ടി ഉപയോഗിക്കും. സാർ എന്താണ് ഈ പോയം? സാറല്ലേ നേരത്തെ പറഞ്ഞു PSLV C60 ആണെന്നൊക്കെ. ഈ പോയം എന്താ നമുക്കിപ്പോ നോക്കാം. പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSLV ഒരു വാഹനമാണെന്ന് വിചാരിക്കും. ഓക്കെ, ആ വാഹനത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. 1ാമത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം, 4ാമത്തെ ഘട്ടം. 4 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ്. സാർ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാ? നമ്മള് വിഷുവിന് എന്താ പറയാ ഒരു റോക്കറ്റ് കോച്ചവാണെന്നൊക്കെ പറയും, അതിനെ നമ്മൾ കത്തിക്കില്ലേ, കത്തിച്ചത് മോളിൽ പോയിട്ട് എന്ത് ചെയ്യും, പൊട്ടുന്നതായിരിക്കും. ഇപ്പൊ പുതിയ ചൈനീസ് പടക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ മോളിൽ പോയിട്ട് അത് 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പൊട്ടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കറക്റ്റ് ആണല്ലോ? എങ്കിൽ 4 പ്രാവശ്യം പൊട്ടുന്ന ഒരു പടക്കമാണ് വാങ്ങിയിരിക്കുന്നത് വിചാരിക്കും. ആ പടക്കത്തിന്റെ പേരാണ് PSLV. അത് നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ച്വലി കത്തിച്ചു വിടുകയാണ്. നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ ഘട്ടം കത്തി, അത് പൊട്ടി, അത് താഴേക്ക് വന്നു, സമുദ്രത്തിൽ വീണു. 2ാമത്തെ ഘട്ടം കത്തി, അത് പൊട്ടി, അത് സമുദ്രത്തേക്ക് വീണു. 3ാമത്തെ ഘട്ടം കത്തി, അത് പൊട്ടി, അതെന്ത് ചെയ്തു, സമുദ്രത്തേക്ക് വീണു. കറക്റ്റ്. 4ാമത്തെ ഘട്ടമുണ്ട്. ഈ 4ാമത്തെ ഘട്ടം നമ്മൾ പൊട്ടും, നമ്മൾ കാണില്ല. ഓക്കെ, അത് നേരിട്ട് എവിടേക്ക് പോകും, സ്പേസിലേക്ക് പോകും. എന്നിട്ട് ഈ പേലോഡ്സ് ഉണ്ടായിരുന്നില്ലേ, ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതിനവിടെ വിക്ഷേപിക്കും. കൂടെ നമ്മുടെ പ്രധാന പണി എന്താ, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കലല്ലോ. നമ്മുടെ പണി എന്താ, സ്പേസ് ടോക്കിംഗ് ചെയ്യണ്ടേ. അതിനുവേണ്ടി XTS-01 XTS-02 ഇല്ലേ, അതിനെയും വിക്ഷേപിക്കും. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള പോയം. ഓക്കെ, PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എത്രാമത്തെ ഘട്ടമാണ്, 4ാമത്തെ ഘട്ടമാണ്. ഒരു റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ 3 ഘട്ടവും എന്ത് ചെയ്യും, സമുദ്രത്തിൽ വീഴും. 4ാമത്തെ ഘട്ടമാണ് എങ്ങോട്ട് പോവുക, നമ്മുടെ ബഹിരാകാശത്തോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ PSLV C53 ദൗത്യത്തിൽ ഓക്കെ ചെലവഴിച്ച അവസാന ഘട്ടം പരീക്ഷണം നടത്തുന്നതിന് ഒരു സ്ഥിരതയുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് എന്ത് ഉപയോഗിക്കും, പോയം ഉപയോഗിക്കും. ഓക്കെ, PS4 4ാം ഘട്ടം ഒരു സ്ഥിരതയുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് ഭൂമിയെ ചുറ്റുന്നത്, ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ചുറ്റുന്നത്. ഈ പോയം ആദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. ഓക്കെ, നമ്മൾ 4 പ്രാവശ്യം ഈ പോയം ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പോയിന്റ് നമ്പർ 1 നമ്മൾ ഉപയോഗിച്ചത് ജൂൺ 30, 2022 PSLV C53. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. PSLV C53 നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ അല്ലെ? ആ ഉപയോഗിച്ചത് DSEO എന്ന് പറയുന്ന ഉപഗ്രഹത്തെ എവിടേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്, ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ പോയം ഉപയോഗിച്ചത് ഏപ്രിൽ 22, 2023 PSLV C55 റോക്കറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ടെലിലോസ് 2 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്തു, ബഹിരാകാശത്ത് എത്തിച്ചു. മൂന്നാമത് പോയം ഉപയോഗിച്ചിരിക്കുന്നത് ജനുവരി 1, 2024 PSLV C58 ആണ് വാഹനം. അതിൽ നമ്മൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്തു, ബഹിരാകാശത്ത് എത്തിച്ചു. 4ാമത് പോയം ഉപയോഗിച്ചിരിക്കുന്നത് ഡിസംബർ 30, 2024 PSLV C60 ആണ് വാഹനം. സ്പെയ്ഡെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഉപഗ്രഹങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? അപ്പൊ നമ്മൾ പോയം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, 4 പ്രാവശ്യം.
ഈ 4 സാധനവും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ്. ഓക്കെ, സ്പെയ്ഡെക്സ് വന്നിട്ടുണ്ട്, എക്സ്പോസാറ്റ് വന്നിട്ടുണ്ട്, ടെല്ലോസ് വന്നിട്ടുണ്ട്, DSEO വന്നിട്ടുണ്ട്. PSLV C53 വന്നു, C55 വന്നു, 58 വന്നു, 60 വന്നു. സർ മനസ്സിലായില്ല? ഓക്കെ മക്കളെ, PSLV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BMW കാറാണെന്ന് വിചാരിക്കുക. എല്ലാവരുടെ BMW കാറിനും ഒരേ നമ്പർ ആയിരിക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ വാങ്ങുന്ന BMW കാറിന്റെ നമ്പർ ആയിരിക്കില്ല നിങ്ങൾ വാങ്ങുന്നുണ്ടാവുക. എങ്കിൽ ഓരോ പ്രാവശ്യം ഓരോരുത്തർ യൂസ് ചെയ്യുമ്പോഴും കാറിന് എന്തെങ്കിലും സെപ്പറേറ്റ് നമ്പർ ഉണ്ടാവില്ലേ? എല്ലാവരുടെ കാറിന്റെ പേരും PSLV എന്ന് വിചാരിക്കൂ. യൂസ് ചെയ്യുമ്പോൾ നമ്പർ മാറി, എന്താ, ഒന്നിൽ C53 ഇട്ടു, ഒന്നിൽ C55 ഇട്ടു, ഒന്നിൽ C58 ഇട്ടു, C60 ഇട്ടു. ഒരു വണ്ടിയാന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ പോയാൻ കഴിഞ്ഞു. എങ്കിൽ നമ്മൾ 2 ഉപഗ്രഹമുണ്ട്, ചേസറും ടാർഗറ്റും. ഇത് മണിക്കൂറിൽ 28,800 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ ഇതിനെ വേഗത കുറച്ചതിന് ശേഷം ഡോക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് മണിക്കൂറിൽ 0.036 കിലോമീറ്റർ ആയിട്ട് പതുക്കെ കുറയ്ക്കണം. ഈ 2 വാഹനങ്ങളുടെ വെയിറ്റും 220 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ അല്ല, കിലോഗ്രാം ആണ്. ഓക്കെ, STS-01 വിളിക്കുന്ന പേരാണ് ചേസർ, STS-02 വിളിക്കുന്ന പേരാണ് ടാർഗറ്റ്. സർ അത് കൊതയെ കേട്ടു, മനസ്സിലായി? ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട് മക്കളെ, മറക്കരുത്. ഓക്കെ അല്ലെ? ഈ ഉപഗ്രഹങ്ങളെ അയക്കുന്ന വണ്ടിയുടെ പേരെന്താ? PSLV C60. ഇത് 55 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് 470 കിലോമീറ്ററിൽ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് എന്ത് ചെയ്യുക? വിക്ഷേപിക്കുക. അർദ്ധവൃത്താകൃതിയാണ്. വൃത്താകൃതിയുള്ള ഭ്രമണത്തിലേക്ക് എന്ത് ചെയ്യുക? വിക്ഷേപിക്കുക. എലിപ്റ്റിക്കൽ ആണ് ആക്ച്വലി. ഓക്കെ അല്ലെ? അങ്ങനെയെങ്കിൽ എത്ര ഡിഗ്രി ചരിക്കും? 55 ഡിഗ്രി ചരിക്കും. എന്തിനാ സാറേ 55 ഡിഗ്രി ചരിക്കുന്നത്? ഈ വേഗത 0.036 ആയിട്ട് കുറയ്ക്കണ്ടേ? എങ്കിൽ അതിന് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഡിഗ്രി ചരിവ് വേണമെന്ന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? വിക്ഷേപിക്കുക. ഓക്കെ, ഡൺ. ടാർഗറ്റും ചേസറും ഒരേ ഭ്രമണപഥത്തിലായിരിക്കും ഉണ്ടാവുക. രണ്ടുപേരും 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്യുക, ഒരേ ഭ്രമണപഥത്തിലായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാവണം. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫാർ റെൻഡേഴ്സ്വസ് എന്ന് പറയുന്നത്. എന്താണ് സാർ ഈ ഫാർ റെൻഡേഴ്സ്വസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? PSLV C60 ഈ 2 ഉപഗ്രഹങ്ങളെയും ടാർഗറ്റിനെയും ചേസറിനെയും എവിടെ കൊണ്ടുവച്ചു? ഭ്രമണപഥത്തിൽ കൊണ്ടുവച്ചു. 55 ഡിഗ്രി ചരിവും ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ ഒരേ ഭ്രമണപഥത്തിൽ രണ്ടുപേരും 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ടാർഗറ്റ് അവിടെ വെച്ചതിന് ശേഷം ചേസർ എന്ത് ചെയ്യും? ആദ്യം 5 കിലോമീറ്റർ അടുത്തോട്ട് വരും, പിന്നെ 1.5 കിലോമീറ്റർ അടുത്തോട്ട് വരും, പിന്നെ 500 കിലോമീറ്റർ അടുത്തോട്ട് വരും, പിന്നെ 225 മീറ്റർ അടുത്തോട്ട് വരും, പിന്നെ 15 മീറ്റർ അടുത്തോട്ട് വരും, പിന്നെ 3 മീറ്റർ അടുത്തോട്ട് വരും. ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ചേസർ എന്ത് ചെയ്യും? ടാർഗറ്റിലേക്ക് എത്തും. ചേസർ ടാർഗറ്റിലേക്ക് എത്തി രണ്ടുപേരും ഡോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രദർശിപ്പിക്കും? വൈദ്യുതോർജ്ജ കൈമാറ്റം. രണ്ടുപേരും തമ്മിൽ എനർജി എന്ത് ചെയ്യാം? കൈമാറാൻ പറ്റും എന്നെന്ത് ചെയ്യും? കാണിക്കും. എന്താണ് സാർ ഈ വൈദ്യുതോർജ്ജ കൈമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്റെ മക്കളെ, ഒരു പേടത്തിൽ എനർജി ഉണ്ട്, ഒരു പേടത്തിൽ എനർജി ഇല്ല. അങ്ങനെയെങ്കിൽ ഒരു പേടത്തിലുള്ള എനർജി എന്ത് ചെയ്യാം? വേറൊരു പേടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയെങ്കിൽ ആ പേടത്തുള്ള ആളുകൾക്ക് നമുക്ക് രക്ഷിക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് കാണിക്കാൻ എന്ത് ചെയ്യാം? പ്രദർശിപ്പിക്കാം. ഓക്കെ അല്ലെ? ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് എന്ത് ചെയ്തു? സാങ്കേതിക വിദ്യ ഉണ്ടാക്കി. ഒന്നാമത്തെ സാങ്കേതിക വിദ്യ ഡോക്കിംഗ് സംവിധാനം. ഡോക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള ടെക്നോളജി നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. 4 റെൻഡേഴ്സ്വസ് ഡോക്കിംഗ് സെൻസറുകളുടെ ഒരു സർക്യൂട്ട്. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റെൻഡേഴ്സസ് എന്ന് വെച്ചാൽ എന്താ? 20 കിലോമീറ്റർ ദൂരത്തിലുള്ളത്. അത് 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 225 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ, ഇങ്ങനെ ചുരുക്കണ്ടേ? അപ്പൊ അത് ചുരുങ്ങിയോ ഇല്ലയോ എന്ന് സെൻസർ ചെയ്യണ്ടേ? 6 ഭാഗമുണ്ട്, ചുരുങ്ങിയോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അപ്പൊ അത് സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 എണ്ണം എന്തിട്ടുണ്ട്? ഒരു സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പവർ ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യ. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജം ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അങ്ങനെ സാങ്കേതിക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി ബഹിരാകാശ പേടകങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് നീ അവിടെ എത്തിയ 5 മീറ്റർ ആയ എന്ന് അവരെന്ത് ചെയ്യണം? രണ്ടുപേരും കൂടി സംസാരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്റർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ISL. ISL ഫുൾ ഫോം എന്താ? ഇന്റർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ബഹിരാകാശ പേടകങ്ങളിലുള്ള സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇൻബിൽഡ് ഇന്റലിജൻസും സംയോജിപ്പിച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ചേസർ ആണ് വരേണ്ടത്, ടാർഗറ്റ് എന്ത് ചെയ്യണം? നിൽക്കണം.
അങ്ങനെയല്ലേ? അപ്പൊ ഒന്ന് ആക്റ്റീവായി വർക്ക് ചെയ്യണം, ഒന്ന് പാസീവായി നിൽക്കണം. കറക്റ്റ്. അങ്ങനെയെങ്കിൽ ചേസറിന് ഇടയിൽ പാസീവായി ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ടാർഗറ്റ് എന്ത് ചെയ്യണം? ആക്റ്റീവ് ആവണം. ഇവർ രണ്ടുപേരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അപ്പൊ രണ്ടുപേരുടെ പേടകങ്ങളുടെ അവസ്ഥകളും മനസ്സിലാക്കണ്ടേ? രണ്ടുപേരും എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻബിൽറ്റ് ഇന്റലിജൻസ് എല്ലാം ഉണ്ടാവും, സംയോജിച്ചിട്ടുണ്ടാവും. ഇത് മുഴുവൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെ എന്താ വികസിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ. എങ്കിൽ GNSS ഉണ്ട്. എന്തിനാ? ഒരു ബഹിരാകാശ പേടകത്തിന് മറ്റൊരു ബഹിരാകാശ പേടകത്തിന്റെ സ്ഥാനം എവിടെയാണ്, പ്രവേഗം എന്ന് വെച്ചാൽ വെലോസിറ്റി, അതിന്റെ സ്പീഡ് എങ്ങനെയാണ്, അത് നിർണ്ണയിക്കാനുള്ള GNSS അടിസ്ഥാനമായിട്ടുള്ള ഒരു എന്താണ് റിലേറ്റീവ് ഓർബിറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ പ്രോസസർ, RODP അതിലുണ്ടാവും. ഓക്കെ. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിസൈൻ, സിമുലേഷൻ ടെസ്റ്റ് ബെഡുകൾ, ഇതൊക്കെ എന്തുണ്ടാവും? അതിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. ഓക്കെ. ഇനി ഡോക്ക് ചെയ്തു. നിങ്ങൾക്കെല്ലാം ഡൗട്ട് ഉണ്ടായിരുന്നത് സാർ 2 വർഷം ഡോക്ക് ചെയ്യാന്നുള്ളത് അല്ല. 2 വർഷം ഡോക്ക് ചെയ്യല്ല ചെയ്യുക. ഡോക്കിംഗ് അൺഡോക്കിംഗ് ഇവന്റുകൾ ചെയ്തതിന് ശേഷം ബഹിരാകാശ പേടകങ്ങൾ എന്ത് ചെയ്യും? വേർതിരിച്ചിട്ട് അപ്ലിക്കേഷൻ ദൗത്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ. IGFOV, ഇൻസ്റ്റന്റീനിയസ് ജോമെട്രിക് ഫീൽഡ് ഓഫ് വ്യൂ, 4.5 മീറ്റർ, 9.2 × 9.2 കിലോമീറ്റർ സ്നാപ്ഷോട്ട് മോഡ്. സാർ ഇതെന്താ ഈ പറയണത്? മനസ്സിലായില്ലല്ലോ മക്കളെ. നമ്മള് ഇപ്പൊ ഫുള്ള് സെൽഫി വീഡിയോസ് അതിന്റെ ഒരു സംഭവമല്ലേ? അപ്പൊ നമ്മളൊരു എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നു. എങ്കിൽ ഏറ്റവും ബെസ്റ്റ് റെസൊല്യൂഷൻ ഉള്ള ഫോണും ഏറ്റവും ബെസ്റ്റ് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോണല്ല നമ്മുടെ കയ്യിൽ വേണ്ടത്. ഒരു ഫോൺ കൊണ്ട് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്താ? നല്ല ചിത്രം എടുക്കണം. കറക്റ്റ്. ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല വീഡിയോ എടുക്കണം, നല്ല ക്ലാരിറ്റി ആയിട്ട്. കറക്റ്റ്. ഇതല്ലേ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. സാർ ഞങ്ങൾക്ക് ഇനി ഒരുപാട് ആവശ്യമുണ്ട്. ഒരു സാധാരണ ആൾക്ക് ഈ 2 ആവശ്യമല്ലേ ഉള്ളൂ. അതേപോലെ നമ്മൾ എന്തായാലും ബഹിരാകാശത്ത് പോയിരിക്കുകയല്ലേ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് 4 പിക്ചർ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ലെങ്കിൽ എന്താ ഒരു സന്തോഷം? അങ്ങനെയെങ്കിൽ എന്തായാലും അതൊരു പോയി. പോയപ്പോ എന്താ? 9.2 × 9.2 കിലോമീറ്റർ സ്റ്റാപ്പ് നോട്ട് മോഡ്. ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ലെങ്ത് 9.2, വിഡ്ത്ത് 9.2, ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന IGFOV, ഇൻസ്റ്റന്റേനിയസ് ജോമെട്രിക്കൽ ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ എന്തുണ്ട്? അതിന്റെ കയ്യിലുണ്ട്. 9.2 × 4.6 കിലോമീറ്റർ, ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റിയ വീഡിയോ മോഡ് അവിടെ ഉണ്ട്. വെറും ക്യാമറയല്ല, ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ്, HRC ആണ്. ഓക്കെ. 450 കിലോമീറ്റർ ഉയരത്തിൽ STX-01 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ചിത്രം എടുക്കുക, ISROക്ക് അയച്ചു കൊടുക്കുക. ചിത്രം എടുക്കുക, ISROക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ISRO തന്നെ വികസിപ്പിച്ചിട്ടുള്ള ഒരു നിരീക്ഷണ ക്യാമറയുടെ മിനിയേച്ചർ പതിപ്പാണ് STX-01 ഉള്ളത്. ഓക്കെ. അപ്പോ STX-02 ഒരു മിനിയേച്ചർ മൾട്ടി സ്പെക്ട്രൽ പേലോഡ്, MMX ഫുൾ ഫോം എന്താ? മിനിയേച്ചർ മൾട്ടി സ്പെക്ട്രൽ പേലോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിലുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി അതിന് 450 നാനോമീറ്റർ മുതൽ 850 നാനോമീറ്റർ വരെയുള്ള 4 ബാൻഡ് വിഡ്ത്ത് ഉള്ള എന്തുണ്ട്? തരങ്ങൾ അതിലുണ്ടാവും. ഒന്നിന്റെ പേര് B1, B2, B3, B4. ഓക്കെ. ഈ 4 തരംഗങ്ങൾ അതിലുണ്ട്. 450 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് 100 കിലോമീറ്റർ വരെയുള്ള 25 മീറ്റർ ഉള്ള ഒരു IGFOVയും അതിലുണ്ട്. ഇതൊക്കെ എന്തിനാ സാറേ വെച്ചിരിക്കുന്നത്? പ്രകൃതി വിഭവങ്ങളെ നിരീക്ഷിക്കാൻ. ഭൂമിയിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളുണ്ട്, പിന്നെ ബഹിരാകാശം എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഭൂമിയിലെ സസ്യങ്ങളുടെ പഠനം, അതിന്റെ ഇമേജിങ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതെന്തിനാ സാർ അവർ ചെയ്യുന്നത്? മക്കളെ ഞാൻ അതാണ് പറഞ്ഞ്, എന്തായാലും ഒരു വഴിക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കഴിയുന്നത്ര അവരെ ഉപയോഗിക്കാം. പൈസ ഇറങ്ങിയിട്ടല്ലേ പോകുന്നത്. മനസ്സിലായ? ഓക്കെ. എങ്കിൽ ബഹിരാകാശത്ത് റേഡിയേഷൻ അളവ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഡിയേഷൻ മോണിറ്റർ, അതിന്റെ പേരാണ് റാഡ്മോൺ. ഈ റാഡ്മോൺ നമുക്ക് STX-02 ഉണ്ടാവും. ഇവ മനസ്സിലായില്ലേ? ചുമ്മാ ഒരു ചെറിയ പണിയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇതെല്ലാം ചെയ്തതിലൂടെ ഭാവിയിൽ ബഹിരാകാശ യാത്രയിൽ എങ്ങനെ മനുഷ്യനെ കൊണ്ടുപോകാം, ബഹിരാകാശ ശാസ്ത്രത്തിലെ പഠനത്തിൽ TID,
ടോട്ടൽ അയണൈസേഷൻ ഡോസിമീറ്റർ, SCU, സിംഗിൾ ഇവന്റ് അപ്ഡേറ്റ് എന്നീ പറയുന്ന അളവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും എന്തുപയോഗിക്കാം, STS02 ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എവിടെയാണ് ഈ STS01ഉം XTS02ഉം ഉണ്ടാക്കിയത്? UR റാവു സാറ്റലൈറ്റ് സെന്ററിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. എവിടെയാണ് UR റാവു സാറ്റലൈറ്റ് സെന്റർ ഉള്ളത്? അത് ബാംഗ്ലൂർ ആണ് രൂപകൽപ്പന ചെയ്തത്, ബാംഗ്ലൂർ ആണ് ഉള്ളത്. ഓക്കെ അല്ലെ? എന്നിട്ട് URSC, UR റാവു സാറ്റലൈറ്റിന്റെ നേതൃത്വത്തില് ബാംഗ്ലൂരിലെ MS അനന്ത് ടെക്നോളജീസിലാണ് ഈ STS01ഉം XTS02ഉം സ്പേസ് ഡെക്സിന്റെ മൊത്തം പ്രോഗ്രാമും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലെ? ചേസർ, ടാർഗറ്റ്, ഇതാണ് ചേസർ, ഇതാണ് ടാർഗറ്റ്. ഓക്കെ, ഇനി അതിന്റെ ഉള്ളിലുള്ള കാര്യം, ഇതാണ് ചേസർ, ഇതാണ് ടാർഗറ്റ്, രണ്ട് ഉപഗ്രഹങ്ങൾ. ഓക്കെ, രണ്ട് പേടകങ്ങളെ പോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായ? ഓക്കെ, എങ്കിൽ നമുക്ക് PYQs എല്ലാം ചെയ്താലോ? അപ്പൊ ഒന്നാമത്തെ PYQ, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സ്പെയ്ഡെക്സ് ദൗത്യം പ്രധാനമായും താഴെ പറയുന്ന ഏത് സാങ്കേതിക വിദ്യയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർഷിക മേഖലയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ലല്ലോ. ഇൻ സ്പേസ് ഡോക്കിങ്ങും സാറ്റലൈറ്റ് സർവീസിങ്ങും അതല്ലേ? കറക്റ്റ്. ഓക്കെ, ആഴക്കടൽ പര്യവേഷണം അതല്ലല്ലോ. ക്വാണ്ടം എൻസ്ക്രിപ്ഷൻ, വലിയ വലിയ വാക്കുകളാണ്, നേരിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്പേസ് ടോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമായി, 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയത് എന്ന്? ഓക്കെ, അവിടെ ഡിസംബർ 30, 2024 ഉണ്ട്. ഓക്കെ, നമ്മൾ ഡിസംബർ 30, 2024 പഠിച്ചിരിക്കുന്നത് ദൗത്യം വിക്ഷേപിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൗത്യം വിക്ഷേപിച്ചിട്ട് അത് ബഹിരാകാശത്ത് അവിടെ എത്തി ഡോക്കിംഗ് നടന്ന വർഷം മാസം ദിവസം 2025 ജനുവരി 16 സർ, ഇത്രയും ലേറ്റ് ആയ? അതാ ഞാൻ പറഞ്ഞു മക്കളെ, ആദ്യം അയക്കണം, അയച്ചിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് അത് കൊണ്ടുവരണം, പണിയുണ്ട്. ഓക്കെ, നമ്മൾ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30 രണ്ട് ഉപഗ്രഹങ്ങളും ഡോക്കിംഗ് നടന്നത് 2025 ജനുവരി 16 ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ച വർഷമാസ ദിവസമാണ്, വിക്ഷേപിച്ച വർഷമാസ ദിവസം അല്ല. അതുകൊണ്ട് ഡിസംബർ 30, 2024 ടിക്ക് ചെയ്യണം തോന്നും. അങ്ങനെ തോന്നരുത്. ജനുവരി 1, 2025 ടിക്ക് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ്. അല്ല, ജനുവരി 16, സോറി, ബൈ മിസ്റ്റേക്ക്. ജനുവരി 16, 2025 ടിക്ക് ചെയ്യുക. ഓപ്ഷൻ ബി, സി ആണെന്ന് വരിക, ആൻസർ ആയിട്ട് വരിക. ഏതൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ? US, റഷ്യ, ചൈന. അപ്പൊ തെറ്റിക്കരുത്, ചോദ്യം സിമ്പിൾ ആയിരിക്കും. എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ISROയുടെ സ്പേസ് ടോക്കിംഗ് പരീക്ഷണത്തെ, അതായത് സ്പേഡെക്സ്, താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. പ്രസ്താവന 1, GSLV Mark 3 LMV3 വിക്ഷേപണ വാഹനം. വിക്ഷേപണ വാഹനം തന്നെ തെറ്റി, GSLV Mark 3 അല്ല. ഓക്കെ, PSLV C60 ആണ്. കറക്റ്റ്. വാഹനം ഉപയോഗിച്ച് ജിയോ സിംഗ്രണസ് ആണ്. ഓക്കെ അല്ല, സോറി, തെറ്റിപ്പോയതാ. ജിയോ സിംഗ്രണസ് ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിച്ചത്. ജിയോ സിംഗ്രണസ് ഭ്രമണപഥം അല്ല. ഓക്കെ, നമ്മൾ എവിടേക്കാണ് വിക്ഷേപിച്ചത്? ലിയോ, വിജയ്, ലോ എർത്ത് ഓർബിറ്റാണ് വിക്ഷേപിച്ചത്. ഒന്നാം സ്റ്റേബിൾ തെറ്റി. 2, ഈ ദൗത്യത്തിൽ 2 വ്യത്യസ്ത തരം ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചു. കറക്റ്റ്. ചേസറും ടാർഗറ്റും. ഇതിൽ ഒന്ന് സ്ഥിരമായി ചേസറായും മറ്റേത് സ്ഥിരമായി ടാർഗറ്റായും പ്രവർത്തിച്ചു. അങ്ങനെയല്ല, ഒന്ന് സ്ഥിരമായിട്ട് ചേസറായും മറ്റേത് സ്ഥിരമായി ടാർഗറ്റായും അങ്ങനെയല്ല ഉണ്ടാവുക. ഒന്ന് പാസീവ് ആവാം, ഒന്ന് ആക്റ്റീവ് ആവാം. നമ്മൾ സാധാരണ ചേസറിന് എന്ത് ചെയ്തു, ടാർഗറ്റിലേക്ക് വിക്ഷേപിച്ചു, അത് കറക്റ്റ് ആണ്. പക്ഷെ സ്ഥിരമായിട്ട് ഒന്ന് തന്നെ ചേസർ ആവും, ഒന്ന് തന്നെ ടാർഗറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ടിനും എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിന് പാസീവ് ആവാം, ഒന്നിന് ആക്റ്റീവ് ആവാം. അങ്ങനെ രണ്ടാമത്തെ എന്താ, തെറ്റാണ്. 3, ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം വിജയകരമായി പരിശീലിച്ചു. ഇല്ലേ, ചെയ്തില്ലേ? അപ്പൊ 3 ആണ് ശരി. നമുക്ക് എന്താ വേണ്ടത്, ഏതാണ് ശരി എന്നാണ്. ഓപ്ഷൻ A, B, C, D, അതിൽ 3 ശരി ഏതേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്. എങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സ്പേഡെക്സ് വിക്ഷേപിച്ച വാഹനമാണ് PSLV C60. ഓക്കെ, ഇത് ലോ എർത്ത് ഓർബിറ്റിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഏകദേശം 460 മുതൽ 470 കിലോമീറ്റർ ഉയരത്തിലാണ് വിക്ഷേപിച്ചത്. ജിയോ സിംഗ്രണസ് ഭ്രമണപഥം അല്ല. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഈ ദൗത്യത്തിൽ 2 ഉപഗ്രഹങ്ങൾ സ്പേഡെക്സ് 1ഉം സ്പേഡെക്സ് 2ഉം, സോറി, XTX 1ഉം XTS 2ഉം, അത് ആൻഡ്രോജെനിസിസ് ആണ്. നമ്മൾ പഠിച്ചല്ലേ. ആൻഡ്രോജെനിസിസ് എന്ന് വെച്ചാൽ എന്താ, സാഹചര്യത്തിനനുസരിച്ച് എന്താ
ഒന്നിന് ടാർഗറ്റ് ആവാനും ഒന്നിന് ചേസർ ആവാനും പറ്റും. രണ്ടിനും സജീവമാവാൻ പറ്റും. ഒന്നിനെന്താ പാസീവ് ആവാൻ പറ്റും, ഒന്നിന് ആക്റ്റീവ് ആവാൻ പറ്റും. രണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടിനും ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. പഠിച്ചതല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. 3 മാത്രമാണ് എന്ത് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ISRO വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് ടോക്കിംഗ് പരീക്ഷണം ഇന്ത്യയുടെ ഭാവിയുടെ ഏതെല്ലാം ലക്ഷ്യങ്ങളുടെ നിർണായകമായ അടിത്തറയായി എന്ത് ചെയ്യും, പ്രവർത്തിക്കും? ഓക്കെ, 1, 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മിക്കുക. കറക്റ്റ് അല്ലേ? അതിന് ഈ സ്പേസ് ടോക്കിംഗ് ഹെൽപ്പ് ചെയ്യില്ലേ? 2, ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിച്ച് തിരികെ കൊണ്ടുവന്ന് ചന്ദ്രയാൻ 4 ദൗത്യം നടപ്പിലാക്കുക. കറക്റ്റ് അല്ലേ? 3, ഗഗൻയാൻ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ ബഹിരാകാശ യാത്രികരെ ഒരു പേടകത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക. ഗഗൻയാൻ ദൗത്യം ഉണ്ടാവുമോ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ക്രൂ ട്രാൻസ്ഫർ അറിയാം. ക്രൂ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് ഗഗൻയാൻ ദൗത്യത്തിന് ഉപയോഗിച്ചോ, ഓക്കെ, വേറെ എന്ത് ദൗത്യത്തിന് വേണ്ടി ഉപയോഗിച്ചോ, ക്രൂ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്കിൽ 1, 2, 3 എന്താ ശരിയാണ്. ഓപ്ഷൻ ഡി എന്താ ശരിയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 2 ടെലിഗ്രാം ചാനലുണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലുള്ള ടോപ്പിക്സുകൾ കിട്ടുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് കിട്ടുന്നതായിരിക്കും. കോമൺ PSCക്ക് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനലുണ്ട്. ഓക്കെ, യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാം, എന്താ @കിരൺ സ്റ്റഡി സർക്കിൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നോട്ടിൽ എഴുതി വെക്കുക. സ്പേസ് ടോക്കിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന എക്സാംസിനൊക്കെ വരുന്നതാണ്. വരുമ്പോ എന്ത് ചെയ്യുക, അറിയിക്കുക വന്നെന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.